ഈശോമിശിഹായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുറച്ച് സമയം നമുക്കൊക്കെ കുമ്പസാരിക്കുന്നു, പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ആത്മീയ തലമുണ്ട്. ഇന്നത്തെ വചനത്തിന്റെ പിൻബലത്തില് ആ ഒരു മേഖല മാത്രം അച്ഛൻ ഇന്ന് കുറച്ച് സമയം കൊണ്ടെന്ന് പറയാം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ ആത്മീയ യാത്രയില് അതിന് തടസ്സം നിൽക്കുന്നത് മന്ദതയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ? മന്ദപ്പ് ബാധിച്ച അവസ്ഥ അത് ആത്മാവിൽ ബാധിച്ച എങ്ങനെയുണ്ടാവും? നമ്മുടെ ആത്മീയ യാത്രയിൽ മന്ദത, ഈ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കാണുക. നമുക്കറിയാം മൂലപാപങ്ങൾ എത്രയാ? അതിന്റെ അവസാനത്തെ ഏതാ? മടി അല്ലേ? മടി, മന്ദപ്പ്. ഒന്നിനൊരു താല്പര്യമില്ല. നിങ്ങൾക്കില്ലെന്നറിയാം, പക്ഷെ എന്റെയൊക്കെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയാ. മരുഭൂമിയിലെ ഡെസേർട്ട് ഫാദേഴ്സ് ആണ് ഈ 7 മൂലപാപങ്ങൾ കണ്ടുപിടിച്ചത്. അവര് ആ മരുഭൂമിയിലെ താപസ ജീവിതവും പ്രായശ്ചിത്ത ജീവിതവും ഒക്കെ നയിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ട ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അവർ 7 മൂലപാപങ്ങള് തിരിച്ചറിഞ്ഞത്, അവർ അത് രേഖപ്പെടുത്തിയത്. ഒന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ. ഏതാണ് 7 മൂലപാപങ്ങൾ? 1 നിഗളം, 2 ദ്രവ്യാഗ്രഹം, 3 മോഹം, കോപം, കൊതി, അസൂയ, മടി. മനസ്സിലായോ? 7 മൂലപാപങ്ങൾ. ഇതൊന്നും പുറത്തേക്ക് വരണമെന്നില്ല, അതെപ്പോഴും ജീവിതത്തിന്റെ മറവിൽ നിൽക്കുക. അതില് ആത്മീയപിതാക്കന്മാര് കണ്ടെത്തുന്ന ഒരു സത്യം, ഈ മന്ദതയാണ് ബാക്കി എല്ലാ പാപങ്ങൾക്കും കാരണം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ. നമുക്കറിയാം കോവിഡിന് മുമ്പ് വരെ ഒരു ആത്മീയ തീഷ്ണത ഉണ്ടായിരുന്നു. അത് ഇടവകയിലാണെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലാണെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലാണെങ്കിലും. എന്നാൽ ഈ കോവിഡിന് ശേഷം ഇന്ന് ഒരു മന്ദപ്പ് ബാധിച്ചിരിക്കുക, ഒരു മന്ദത ബാധിച്ചിരിക്കുക. എവിടെയും ഏത് മേഖലയിൽ നോക്കിക്കോ. ഇന്നത്തെ പിള്ളേരെന്താ പറയുക? അവരോട് കളിക്കാൻ അനുവാദം കൊടുത്തേക്കേ, ഏയ് മേലങ്ങിയിട്ടുള്ള കളിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. മേലനങ്ങിയിട്ടുള്ള ഇന്ന് കുടുംബജീവിതം നയിക്കാൻ ഇന്ന് ആർക്കും താല്പര്യമില്ല. കല്യാണം കഴിക്കണ്ട, പണിയുണ്ടച്ചാ, കുട്ടീനെ നോക്കണ്ടേ, പ്രസവിക്കണ്ടേ, കുടുംബം നോക്കണ്ടേ. അധ്വാനിക്കാനുള്ള ഒരു ആഗ്രഹം നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് കോവിഡിന് ശേഷം ഇന്ന് സമൂഹം മാറിക്കഴിഞ്ഞു. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഈ ആത്മീയ മന്ദതയെ കുറിച്ച് ഞാൻ പറയുമ്പോ ഈ മന്ദത ഉണ്ടോ എന്നറിയാനുള്ള ലക്ഷണങ്ങളുണ്ട്. ഒരു ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് രോഗം ഉണ്ടെങ്കിൽ അതിന് ലക്ഷണങ്ങൾ വേണമല്ലോ. ലക്ഷണങ്ങൾ കണ്ടെത്തിയാലാണ് ഇന്ന രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇന്ന രോഗമാണെങ്കിൽ അതിന് റെമഡി ഉണ്ട് അല്ലെ, മെഡിസിൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമാവും. അല്ലെങ്കിൽ എന്താണ്, ഡോക്ടർ എന്താണ്, അസുഖം കണ്ടുപിടിക്കുന്നില്ല, വല്ല കാര്യമുണ്ടോ? ഇനി അസുഖം കണ്ടുപിടിച്ചു, മരുന്ന് കൊടുക്കുന്നില്ല, വല്ല കാര്യമുണ്ടോ? എല്ലാം ചേർന്ന് പോകണം. അതുകൊണ്ട് ഈ ഒരു കുറച്ച് സമയം ഈ നമ്മെ ബാധിക്കുന്ന മന്ദത, അതിനെ അറിയാനുള്ള 3 കാര്യങ്ങളൊന്ന് പറയാം. അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഒന്നാമതായിട്ട് ആത്മപിതാക്കന്മാര് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മന്ദത ബാധിക്കുമ്പോ ഒന്നാമത്തെ ലക്ഷണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ ഇടപെടും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഒക്യുപ്പേഷൻ വിത്ത് അൺനെസറി തിങ്സ്. ആവശ്യമില്ലാത്ത കാര്യം, ആവശ്യമുള്ള കാര്യങ്ങൾ മറക്കും ചെയ്യും. നമ്മൾ പോകേണ്ട ഒരു ആവശ്യമില്ല, സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇടപെടേണ്ട ഒരു കാര്യമില്ല. എങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് വീണ്ടും കൊളാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ടോ? ഒരു കാര്യം തിരിച്ചറിഞ്ഞേക്ക്, മന്ദതയുടെ ഒന്നാമത്തെ തിരിച്ചറിയാനുള്ള കാരണമാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ. ഒക്യുപ്പേഷൻ വിത്ത് അൺനെസറി തിങ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടാൻ പോകുമ്പോ അത് മന്ദതയുടെ ലക്ഷണമാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നുവെച്ചാല് ടോട്ടൽ ഡിസ്ട്രക്ഷൻ. അത് ആത്മീയ കാര്യങ്ങളില് ഒരു 5 മിനിറ്റ് സമയം ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. 5 മിനിറ്റ് സമയം എന്താണ്, ദിവ്യകാര്യത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് സ്വസ്ഥതയില്ല, ചെയ്യുന്ന ജോലിയിൽ സ്വസ്ഥതയില്ല. ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാല് ഒന്നും എവിടെയും കോൺസെൻട്രേഷൻ ഇല്ല. ചെയ്യുന്ന ജോലിയാണെങ്കിലും അത് മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. മന്ദതയുടെ രണ്ടാമത്തെ ലക്ഷണമാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. 3 അന്വേതാക്കന്മാർ പറയാണ് സ്പിരിച്വൽ ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് വാക്കറിയാലോ അല്ലെ? എന്നത് കൂടിക്കൊണ്ടിരിക്കുക, ഡിപ്രഷൻ കൂടിക്കൊണ്ടിരിക്കുക. ചെറിയ കുട്ടികൾക്ക് വരുന്ന ഡിപ്രഷനാ.
പക്ഷേ ഈ മന്ദത ബാധിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അത് സ്പിരിച്വൽ ഡിപ്രഷനാണ്. ആത്മീയ കാര്യങ്ങൾക്കാണ് എന്തുള്ളോ ഡിപ്രഷനുള്ളോ. എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ചെയ്യും. അവർ പറഞ്ഞേ കുദാശകൾ, വിശുദ്ധ ബൈബിൾ വായന, കുടുംബ പ്രാർത്ഥന തുടങ്ങി ആത്മീയ കാര്യങ്ങൾക്ക് ഭയങ്കര അതിനോട് ഭയങ്കര നിരാശയാണ്. മനസ്സിലായോ പ്രിയമുള്ളവരെ? ഈ മന്ദത ബാധിക്കുന്ന ആത്മാവിന്റെ ലക്ഷണം ആത്മീയ പിതാക്കന്മാരെ കണ്ടെത്തുന്നത് ഈ 3 കാര്യങ്ങളിലൂടെ. ഒന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെ വെറുതെ ഇടപെടുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം കളയുക. എന്നിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും വലിയ കാര്യങ്ങളും മറന്നു പോവുക. ഒന്നാമത്തെ കാരണം. 2, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മൈൻഡ് ആകെ ഡിസ്ട്രക്റ്റഡാ, ആകെ നമുക്ക് സ്വസ്ഥതയില്ല. 3, ആത്മീയ മേഖലയിൽ മാത്രം നിരാശ അല്ലെങ്കിൽ ഡിപ്രഷൻ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വിളിക്കപ്പെട്ടവർ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ ശാരീരികമായ സന്തോഷങ്ങൾ തേടാൻ തുടങ്ങും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വിളിക്കപ്പെട്ടവർ, ഞാൻ നിങ്ങളൊക്കെ എന്തിനാ വിളിക്കപ്പെട്ടത്? തമ്പുരാനെ കൊടുക്കാനാ. ആത്മീയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈശോയെ പ്രഘോഷിക്കാനാ. രാജകീയ പൗരോഹിത്യം പേർന്നവരെ ഞാനും നിങ്ങളും ഒക്കെ. അപ്പൊ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? ശാരീരികമായിട്ടുള്ള സന്തോഷങ്ങൾ എന്ന് വെച്ചാൽ ഫിസിക്കൽ പ്ലഷർ തേടാൻ തുടങ്ങും. ചിലപ്പോൾ മദ്യമാകാം, ചിലപ്പോൾ ബന്ധങ്ങളാകാം, ചിലപ്പോൾ ചില വസ്തുക്കളുടെ അഡിക്ഷൻ ആകാം, ചിലപ്പോൾ കളിയാകാം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. ബാക്കിയല്ല, ചിലപ്പോൾ സോഷ്യൽ വർക്ക് ആകാം. എനിക്ക് എന്റെ ശരീരത്തിന് സന്തോഷം കിട്ടുന്നത് എന്താണോ അതിലേക്ക് ഞാൻ വഴിമാറാൻ തുടങ്ങും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ആത്മീയപിതാക്കന്മാര് പറയുന്ന ഒരു വാക്കുണ്ട്, ന്യൂണ്ടെ ഡീമൺ. ന്യൂണ്ടെ ഡീമൺ, അത് നമുക്ക് ദാവീദിൽ കാണാൻ പറ്റും. നമുക്ക് സുഭാഷിതങ്ങളുടെ പുസ്തകം ബൈബിളിലുള്ളവരെടുക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 13 മുതൽ വചനം എങ്ങനെയാണ്? അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ചുഴലിക്കാറ്റിൽ കഥകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തി വെക്കുന്നു, അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശകരമാണ്. ഭക്ഷണത്തിൽ കൈവച്ചു, ഈ കൈ ഭക്ഷണം വായിലേക്ക് എത്തണ്ടേ, അതുപോലും അലസന് ക്ലേശകരമാണെന്ന്. ഇപ്പോഴത്തെ തലമുറ നോക്കിക്കോ. കളി ഒരു കാലഘട്ടത്തിൽ ഇൻട്രസ്റ്റാ, കളിക്കാൻ പോകുന്ന ഭയങ്കര സന്തോഷമാണ്. ഇന്നിപ്പോ ഷട്ടിൽ കോർട്ട് ഇട്ടാലും ഫുട്ബോൾ കളിച്ചാ അതൊക്കെ മെനങ്ങി പണിയണ്ടേ, പിന്നെ അതൊക്കെ ഓർഡർ ആക്കണ്ടേ, ഇതൊക്കെ എടുത്തു വെക്കണ്ടേ. തമ്മിൽ ഭേദം ഏറ്റവും നല്ലത് മൊബൈലിൽ ഇരുന്ന് കളിക്കാച്ചാ. നമുക്ക് പറഞ്ഞു ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ട് വചനം പറയുന്നത്. ഇനി വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാകുക. അടുത്ത വചനം, മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്ത് കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു. മടിയ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുകൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിൽ എത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടി നമുക്ക് ഭാഗം വായിക്കാം. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 15, 16, 17 തിരുവചനം കൂടി നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. വെളിപാടിന്റെ പുസ്തകം 3-ന്റെ 15, 16, 17. അവിടെ ലൗദീക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്നും തുപ്പിക്കളയും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ജീവികള് ഈ തണുത്ത ഭക്ഷണത്തിലാണല്ലേ എല്ലാ ജീവികളും അടിഞ്ഞുകൂടും. അല്ലേ? ഭക്ഷണം തണുക്കുന്നോറും
അതിൽ പാറ്റി ഉണ്ടാവും, ഈച്ചി ഉണ്ടാവും, പിന്നെ ബാക്ടീരിയ ഉണ്ടാവും, ഫംഗസ് ഉണ്ടാവും, വൈറസ് ഉണ്ടാവും, എല്ലാ അലവരാതി സാധനങ്ങളും ഈ തണുത്ത പദാർത്ഥത്തില് വരും. യെസ് ഓർ നോ? ശരിയല്ലേ? നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം എന്താ ചെയ്യുക, ഒരു ദിവസമൊക്കെ തണുക്കാൻ വയ്ക്കും, പക്ഷെ അത് കൂടുതലിരുന്ന് കഴിഞ്ഞാലോ അത് കേടാവുകയും ചെയ്യും. ഒരുപാട് വൈറസും ഫംഗസൊക്കെ ആവും, അത് ഭക്ഷണം വേസ്റ്റ് ആവും, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഇതുപോലെ തണുത്തവന്റെ ജീവിതത്തിലാണ് എന്ത് പിശാച് പിടിമുറുക്കുക. എന്നൊക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്നോഷ്ണന്റെ ജീവിതത്തിൽ പിശാച് പിടിമുറുക്കും. വചനം പറയാ, ഒന്നുകിൽ നീ ചൂടോ അല്ലെങ്കിൽ തണുപ്പോ ഉള്ളവനാവുക, ഇത് രണ്ടും ഇല്ലാത്തവനെ പോലെ ആകരുത്. ഭക്ഷണ പദാർത്ഥം പഠിപ്പിക്കുന്നുണ്ട്, തണുപ്പുള്ള പദാർത്ഥങ്ങളിലാണ് എല്ലാ ജീവജാലങ്ങളും വന്നുകൂടുക. പ്രിയമുള്ളവരെ, തണുപ്പന്റെ ജീവിതം അത് പിശാച് അവിടെ പെട്ടെന്ന് കയറി പറ്റും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രസാദപരം ഒട്ടുമില്ലാത്ത ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിനേക്കാൾ ക്ലേശകരമാണ് ആത്മീയ മന്ദത ഉള്ളവരെ രക്ഷപ്പെടുത്താൻ. മനസ്സിലായോ? പ്രസാദപരമില്ലാത്തവരെ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ വളരെ ക്ലേശകരമാണ് ആത്മീയ മന്ദത ബാധിച്ചവരെ രക്ഷപ്പെടുത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടർ എന്താ ചെയ്യാന്നറിയോ? ഇവർ കൂടുതൽ പെർഫോമൻസ് നടത്തും, പെർഫോം ചെയ്യും. മനസ്സിലായില്ല? എല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോ അവര് കൂടുതൽ വെറൈറ്റി ആയിട്ട് ഒരു കാര്യം ചെയ്യും. ഇപ്പൊ എന്തുണ്ടാവും? എല്ലാവരും കാണും. നോർമലി ഇപ്പോ ലിറ്റർജിയുടെ കാര്യം എടുക്കുക, പ്രാർത്ഥനകൾ എടുക്കുക, നോർമലി അതിലെ ക്രമത്തിലുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ അതിനെക്കാട്ടും വിട്ട് ഒരാൾ കുമ്പിട്ട ആചാരം ചെയ്യുമ്പോ എന്താണ് നോർമലി കുമ്പിട്ട ആചാരം ചെയ്യണം, സർവാധിപനം പാട്ട് പാടുമ്പോ. പക്ഷെ ഈ മാതിരി ടൈപ്പുകൾ എങ്ങനെ ചെയ്യുന്നറിയോ? അവിടെ കമ്മന്നടിച്ച് കെടുക്കും. എന്നുവെച്ചാൽ സാധാരണ പോകുന്നതിനെയും വിഭിന്നമായും വേറിട്ടുകൊണ്ടുള്ളൊരു യാത്ര ഇവര് നടത്തും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പെർഫോമൻസ് ആണ് അത്. കുടുംബത്തിലാണെങ്കിൽ, സോഷ്യൽ വർക്ക് ആണെങ്കിലും എവിടെയാണെങ്കിലും വേറിട്ടുകൊണ്ട് എല്ലാവർക്കും ഒരു പൊതു നിയമം കൊടുത്തിട്ടുണ്ടാവും, ഇന്ന പോലെ ചെയ്യണമെന്ന്. എല്ലാവരും അതുപോലെ ചെയ്താൽ മനോഹരമായി. പക്ഷേ ഈ സ്വഭാവമുള്ളവരെന്താ ചെയ്യാ? വേറിട്ടൊരു പോക്ക പോവും. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ പെർഫോമൻസ് നടത്തുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ തിരിച്ചറിയുക, ആത്മീയ മന്ദത എല്ലാ പാപത്തിന്റെയും. ഞാൻ എൻ്റെ ഇടവകയിലായിരിക്കുമ്പോൾ ഞാൻ വികാരിയച്ഛൻ കൂടിയാണ്. ധ്യാനിപ്പിക്കുന്ന മേഖലയിൽ അച്ഛനോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നു. എനിക്ക് 2 ഇടവകയിൽ ഞാൻ വികാരി കൂടിയാണ്. ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഞാൻ ഇടവകയില് വികാരിയച്ഛൻ മാത്രമാണ്. ഞാൻ ധ്യാന കേന്ദ്രത്തില് ധ്യാനിപ്പിക്കുന്ന ഒരു വൈദികനാണ്. ഇത് രണ്ടും ഞാൻ ക്ലബ് ചെയ്യില്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഇടവകയിൽ കൗൺസിലിംഗ്, പിന്നെ ആരാധന, 1 ഡേ പ്രോഗ്രാം, 3 ഡേ പ്രോഗ്രാം വെച്ചോടെ. ഞാൻ മാറിയാൽ പിന്നെ എന്താ സംഭവിക്കുക? അവിടെ ശൂന്യതയാണ്. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് ഈ തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത്, അവിടെ ഞാൻ വികാരിക്ക് ഒരിടവകയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ അവിടെയുള്ളൂ, അതിൽ വിട്ടൊന്നും അവിടെ ഇല്ല. എന്നാൽ ധ്യാനേന്ദ്രത്തിൽ വരുമ്പോ ധ്യാനിപ്പിക്കുന്നത് അച്ഛൻ എന്ത് പറയുന്നു അതൊക്കെ ചെയ്യുക. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ തിരിച്ചറിയുക, ആത്മീയ മന്ദത എല്ലാ പാപത്തിന്റെയും തുടക്കമാണ്. അതുകൊണ്ട് ഈ ആത്മീയ മന്ദതയുള്ളവരെ ശാരീരികമായ സുഖങ്ങൾ തേടും. നമുക്ക് വചനത്തിലൂടെ കാണാൻ പറ്റും. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ അവിടെ ജെസ്സയുടെ 8 മക്കളിലെ അവസാനത്തെ മകനാ, ഇളയ മകനാ, കൃപയുള്ളവൻ, കിന്നരം വീട്ടുന്നവൻ, ഇടയനാണ്, ആടുകളെ കൊണ്ട് നടക്കുന്നവനാ. പക്ഷേ മറ്റു സഹോദരങ്ങളും അപ്പനും അവന് വലിയ വില കൽപ്പിച്ചിട്ടില്ല, എങ്കിലും അവന് കൃപയുണ്ട്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ തന്നെ 60 പ്രാവശ്യം ദാവീദിന്റെ പേര് കൃത്യമായിട്ടും പരാമർശിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ വേറെയും 70 സങ്കീർത്തനങ്ങൾ ദാവീദ് തന്നെ രചിച്ചതാണ്. എല്ലാം സങ്കീർത്തനങ്ങളും ദാവീദ് രചിച്ചല്ല, പക്ഷെ 70 സങ്കീർത്തനങ്ങൾ ദാവീദ് രചിച്ചതാണ്. ഇപ്പൊ ബൈബിളിൽ ഉടനീളം ദാവീദിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് 2 സാമുവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് എത്തുക. ദാവീദിന് എന്തുകൊണ്ടാണ് വീഴ്ച പറ്റിയത് നമുക്ക് ഈ മധ്യാഹ്നം പിന്നീട് ഒന്ന് കാണാം. അതിലെ 2 സാമുവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലെ ദാവീദ് ആയിരിക്കേണ്ട സ്ഥലത്ത് ആയിരുന്നില്ല. നമുക്ക് വചനം ഒന്ന് വായിക്കാം. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബാ നഗരം വളഞ്ഞു. ദാവീദ് ജെറൂസലേമിൽ താമസിച്ചു. യുദ്ധമുഖത്തേക്ക് പോകേണ്ടവൻ ജെറൂസലേമിൽ തങ്ങി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ,
വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂണ്ടെ ഡീമൺ എന്ന് പറയും. ഈ മന്ദയുടെ സ്പിരിറ്റ് അവന് പിടികൂടി. അവൻ എന്താ ചെയ്തു നോക്കിയേ? ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ എഴുന്നേറ്റ് കൊട്ടാരത്തിനെ മട്ടുപ്പാവിലുള്ളതും. ഒരു ദിവസം സായാഹ്നത്തിലാണ് അവൻ എഴുന്നേൽക്കുന്നത്. എന്ന് വെച്ചാൽ ആ ദിവസം മുഴുവൻ, പകൽ മുഴുവൻ അവൻ എന്താ ചെയ്തത്? ഉറങ്ങി. മന്ദത ബാധിച്ച ആത്മാവായി മാറി. ന്യൂണ്ടൻ ഡീമൻ അവനെ ബാധിച്ചു. അവന് മന്ദത. ആ ദിവസത്തിന്റെ സായാഹ്നത്തിലാണ് അവന് ഉണർവുണ്ടായത്. ആലസ്യത്തിലാണ്. എന്നിട്ട് അവൻ ചെയ്യുന്നത് എന്താണ്? മട്ടുപ്പാവിൽ ഉലാത്തുക. ആലസ്യത്തിന് അടയാളമാ. പ്രിയരെ, ആ കൃപയുള്ള ദാവീദ് പിന്നെ പാപത്തിലേക്ക് വഴിമാറുകയാണ്. തുടർന്നങ്ങോട്ടുള്ള വചനങ്ങള് വീണ്ടും വചനം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആ പാപമൊക്കെ ചെയ്ത് ബത്ശേബയുമായിട്ട് പാപം ചെയ്തു. അതിന് ബത്ശേബയുടെ ഭർത്താവ് ഊറിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഊറിയായെ വിളിപ്പിച്ചു യുദ്ധഭൂമിയിൽ നിന്നും. അവന് കുറെ വീഞ്ഞു കൊടുത്തു, ഉന്മത്തനാക്കി. എന്നിട്ട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോ. അപ്പോ ഈ പാപഭാരം ഈ കുഞ്ഞ് ആരുടെ തലയിൽ കെട്ടിവെക്കാം? ഊറിയായുടെ തലയിൽ കെട്ടിയ. നിങ്ങൾ വചനം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഊറിയായെ വീഞ്ഞു കൊടുത്ത് ഉന്മത്തനാക്കിയിട്ട് പറഞ്ഞേക്കുമ്പോ ഊറിയ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെന്താണെന്നറിയോ? ജനം യുദ്ധത്തിലായിരിക്കുമ്പോൾ എനിക്കെങ്ങനെ എന്റെ ഭാര്യയുമായി രമിക്കാൻ കഴിയും, ശയിക്കാൻ കഴിയും? ഇവിടെ ഊറിയായ്ക്ക് ഉണർവുണ്ട്, തീഷ്ണതയുണ്ട്. എല്ലാവരും യുദ്ധം ചെയ്യുമ്പോൾ ഞാനും ആയിരിക്കേണ്ടത് യുദ്ധമുഖത്താ. ഊറിയ പറയാ, ജനം യുദ്ധത്തിലായിരിക്കുമ്പോൾ എനിക്കെങ്ങനെ എന്റെ ഭാര്യയുമായി ശയിക്കാൻ കഴിയും? അതെപ്പോഴേ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും യുദ്ധത്തിലായിരിക്കുമ്പോ ഒരു കുടുംബനാഥന് എങ്ങനെ വിശ്രമിച്ചിരിക്കാൻ കഴിയും? ഒരു കുടുംബ യൂണിറ്റ് ഒന്നടങ്കം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ യൂണിറ്റിന്റെ പ്രസിഡന്റിന് എങ്ങനെ വിശ്രമിക്കാൻ പറ്റും? ദൈവജനം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരോഹിതന്, ഒരു സമർപ്പിതന്, ഒരു സമർപ്പിതയ്ക്ക് എങ്ങനെ വിശ്രമിക്കാൻ പറ്റും? ഈ ചോദ്യം നിങ്ങളിലേക്ക് നീട്ടുക. ഞാനും നിങ്ങളും ഒക്കെ സമരസഭയിലാണ്. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തില് പടവെട്ടുന്നവരാണ്. ഇങ്ങനെ നമ്മൾ പടവെട്ടുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും എങ്ങനെയാ മാറിയിരുന്ന് വിശ്രമിക്കാൻ പറ്റുക? ഇത് തിന്മയുടെ ദിനങ്ങളാ. ലേഖനം പൗലോസ് പറയാ, ഇത് തിന്മയുടെ ദിനങ്ങളാ. ഉറങ്ങുന്നവരെ ഉണരുക. അവർ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം അധ്യായം അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം 12-ാം അധ്യായത്തിൽ എത്തുമ്പോ നാഥാൻ പ്രവാചകൻ വരുന്നുണ്ട്, അല്ലേ? നാഥാൻ പ്രവാചകൻ വരുന്നുണ്ട്. അവിടെ ദാവീദിനെ കുറ്റപ്പെടുത്തുകയാണ്. അവൻ ഊറിയായെയും കൊന്നു. ബത്ശേബയുമായിട്ട് അവിഹിതമായിട്ടുള്ള ബന്ധം, ഊറിയായെ കൊന്നു. ഇതിനെ തിരുത്താൻ നാഥാൻ വരികയാണ്. എന്നിട്ട് നാഥാൻ ഒരു കഥ പറയാണ്. രണ്ട് മനുഷ്യര്, ഒരു പണക്കാരനും പാവപ്പെട്ടവനും. ഇതില് പാവപ്പെട്ടവന് ഒരു പെണ്ണാടുണ്ടായിരുന്നു. ധനവാന്റെ വീട്ടില് അതിഥി വന്നപ്പോ അവന്റെ ആടുമാടുകളെ കൊല്ലാത്തതിന് പകരം ഈ ഒറ്റ പെണ്ണാടിനെ, ഈ ദരിദ്രന്റെ പെണ്ണാട്ടിൻകുട്ടിയെ കൊന്നു. ഇത് കേട്ടപ്പോൾ ദാവീദ് രാജാവിന് രക്തം തിളയ്ക്കുകയാണ്. ദാവീദ് പറഞ്ഞു, ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായ ദാവീദ് പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. ദാവീദാ പറഞ്ഞത്. ഉടനെ നാഥാൻ പറഞ്ഞു, 12:7 വചനം, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു, സാവൂളിൽ നിന്ന് രക്ഷിച്ചു, നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി, അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു, നിന്നെ ഇസ്രായേലിന്റെയും യൂദയായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകാമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾകൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു, അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നും വാൾ ഒഴിയുകയില്ല. എന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. Sloth is a parent of evil. Sloth is a parent of evil. തിന്മയുടെ പിതാവാണ് ഈ മന്ദത, മടി. അറിഞ്ഞിരിക്കണം സ്നേഹമുള്ളവരെ. ഇവിടെ ഞാൻ വായിക്കുമ്പോ ദാവീദിന് വ്യഭിചാരത്തിലേക്ക് പോകുക അവന്റെ ലക്ഷ്യമായിരുന്നില്ല. അവൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ശരിയല്ലേ? വിശുദ്ധനായ കൃപയുള്ള മനുഷ്യൻ, ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ജീവൻ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയായിപ്പോയി?
ആത്മീയ മന്ദത ദാവീദിനെ വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും അനയിച്ചു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു കാര്യം തിരിച്ചറിയുക, ആത്മീയ മന്ദത ആത്മഹത്യക്ക് നയിച്ചില്ലെങ്കിലും ആത്മാവിന്റെ മരണത്തിന് കാരണമാകും. തിരിച്ചറിയുക, ആത്മീയ മന്ദത ആത്മഹത്യയിലേക്ക് നയിച്ചില്ലെങ്കിലും അത് ആത്മാവിന്റെ മരണത്തിന് കാരണമാകും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ്, ആത്മീയ മന്ദത ഏറ്റുചൊല്ലാം. ആത്മീയ മന്ദത ആത്മഹത്യയിലേക്ക് നയിച്ചില്ലെങ്കിലും ആത്മാവിന്റെ മരണത്തിന് അത് കാരണമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വചനം വായിച്ച്. എഫേസ്യർ 5:14 കിട്ടിയവരൊന്ന് ഉറക്കെ വായിക്കി. ഈ നേരത്തെ ഉറങ്ങുന്നവരെ കുറിച്ചല്ല, ഉറങ്ങുന്നവരെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആര് പ്രകാശിക്കും? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രിയമുള്ളവരെ, ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണ് മന്ദത മനുഷ്യരിലേക്ക് കടന്നു കയറിയത്. ആയതിനാല് ക്രിസ്തു വരുമ്പോ നിന്നെ പ്രകാശിപ്പിക്കും. അവർ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും, ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു പെർഫോമൻസ് മോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെ? ഇപ്പൊ ചിലപ്പോൾ ഞാൻ നന്നായിട്ട് ദ്വീപലി അർപ്പിക്കും, നല്ല സ്ഫുടമായിട്ട്, നല്ല താളത്തില്, രാഗത്തില് ഒക്കെ പാടും. ഒരുപക്ഷെ ചിന്തയൊക്കെ വേറെ ലോകത്തിലായിരിക്കും. നിങ്ങൾ ഭയങ്കര ഭക്തിയിൽ കൈ കൂപ്പി കുമ്പിട്ടാച, ഇത് പെർഫോമൻസാണ്. നമുക്ക് നോക്കി, ഏത് കാര്യവും, അത് ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഒരു പെർഫോമൻസ് മോഡ് നമുക്കുണ്ട്. നമ്മളത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോ വീട്ടിൽ ചിലപ്പോൾ തല്ലുകൂടിയിട്ടാവും വരുന്നുണ്ടാവുക, അല്ലെ? പള്ളിയിൽ വന്നാല് അമ്മുഖഭാവം വെച്ചിട്ടാണോ അവിടെ നിൽക്കുക? അല്ല, നമ്മൾ മൂഡ് മാറ്റും. നമ്മൾ പള്ളിയിൽ വരുമ്പോ എവിടുന്ന് ഇല്ലാത്ത ഭക്തി കയറി വരും. മുഖത്തും കണ്ണിലൊക്കെ അങ്ങനെ പറയില്ലേ, കർത്താവിന് മാത്രമേ കാണുന്നുള്ളൂ. ആ കണ്ണിന്റെ ഒക്കെ പിടുത്തം, മുഖത്തിന്റെ ഷേപ്പ്, ശ്വാസോച്ഛ്വാസം പോലും, ആ ബ്രീത്തിങ് ഒക്കെ ഭയങ്കര ഡിഫറെന്റാ. പെർഫോമൻസ് മോഡാ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, ഏത് കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കോ, നമുക്കൊരു പെർഫോമൻസ് മോഡ് ഉണ്ട്, നമ്മളത് ക്രിയേറ്റ് ചെയ്യും. എന്തുകൊണ്ടത് ക്രിയേറ്റ് ചെയ്യണേ? സ്പിരിച്വലി ഡള്ളാവുമ്പോഴാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായ? നമ്മൾ പൗലോസിനെ നോക്കിയ, പൗലോസ് അപ്പോസ്തലനെ നോക്കിയേ, ഞാൻ പാപികളിൽ പാപിയാ, പാപികളിൽ ഒന്നാമന്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ കർത്താവേ ചെയ്തു പോവാ. അവിടെ ഒരു പെർഫോമൻസും ഇല്ല. അവന്റെ ജീവിതം വിളിച്ചു പറയാ, അല്ലെ? ദേവാലയത്തിന് മുൻപിൽ നിൽക്കുന്ന ഫരിസയൻ പെർഫോമൻസ് മോഡിന് നല്ല ഉദാഹരണ. ഞാൻ ഉപവസിക്കുന്നു, ദാനധർമ്മം കൊടുക്കുന്നു, അല്ലെ? അവൻ ചെയ്ത കാര്യങ്ങൾ എണ്ണി 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 പറയുന്നു, പെർഫോമൻസ് നടത്തുക. പിറകിലുള്ള ഈ ചുങ്കക്കാരനെ പോലെ ഒന്നല്ല ഞാൻ. എന്നാൽ പിറകിലുള്ളവൻ എന്താ ചെയ്യുന്നത്? മാറത്തടിച്ചുകൊണ്ട് പാപിയാണ്, അവന് പെർഫോം ചെയ്യാറില്ല, അവന്റെ ജീവിതമാണ് അവൻ കാണിച്ചു കൊടുക്കണത്. മനസ്സിലായോ? ഈ ആത്മാർത്ഥമായിട്ട് വചനം കേൾക്കുമ്പോ ചിലപ്പോ കണ്ണ് നിറയും, സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ മനസ്സാവും കൊണ്ട്. പക്ഷെ അവിടെയും നമ്മളൊരു പെർഫോമൻസ് നടത്തും. എന്താണ്? ഇപ്പൊ മറ്റുള്ളവരെന്ത് വിചാരിച്ചാലോ കരയണ കാണുമ്പോ. അതുകൊണ്ട് പലപ്പോഴും ധ്യാനകേന്ദ്രങ്ങളിൽ ഈ ആരാധനയൊക്കെ നടത്തുമ്പോ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആ ക്ലാസ്സും അതിന്റെ ആരാധന നടത്തുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. ആരും കാണണ്ട, എങ്ങനെയെങ്കിലും മനസ്താവപ്പെട്ടിട്ടെ, നന്നായി ഒന്ന് കരയട്ടെ. നമുക്കൊരു പെർഫോമൻസ് മോഡ് ഉണ്ട് സ്നേഹമുള്ളവരെ. ഹല്ലേലൂയ. പലപ്പോഴും ഈ പെർഫോമൻസ് മോഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് ആത്മീയതയിൽ നമ്മൾ ഡള്ളായി നിൽക്കുമ്പോഴാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊന്ന് വായിച്ചു കേട്ട വചനമാണ് നോക്കിയേ. അത്തിമരത്തെ ശപിക്കുക. എന്താ അത്തിമരം ചെയ്ത തെറ്റ്? പഴമില്ലാഞ്ഞതാണോ തെറ്റ്? ആണോ? പഴം ഇല്ലാഞ്ഞതല്ല തെറ്റ്. പക്ഷെ പഴമില്ലെങ്കിൽ പഴമില്ലാന്നുകൊണ്ട് നിന്നാ മതി. ഈ പഴമില്ലാതിരിക്കാൻ ഇല കൊണ്ട് പൊതിഞ്ഞു. അതിനല്ല വായിച്ചു കേട്ടത്. നിറയെ ഇലകളല്ലാതെ കണ്ടില്ലേ, ഇല കൊണ്ട് പൊതിഞ്ഞു വെച്ചു. പറഞ്ഞാലില്ലേ, നമ്മളായാൽ മതി സ്നേഹമുള്ളവരെ. നമ്മളെന്തിനാ ഈ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? നിന്റെ വസ്ത്രമല്ല, ഹൃദയമാണ് കയറുന്നത്. തമ്പുരാൻ നിന്റെ ഹൃദയം പരിശോധിക്കുന്നവനാ. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കുറിച്ച് പദ്ധതി മെനഞ്ഞവനാ. നീ ഉറങ്ങുമ്പോ പോലും നിന്നെ നനച്ചിരിക്കുന്നവനാ, കരുതലോടെ
നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കാര്യം അറിയില്ല, പക്ഷെ തമ്പുരാൻ നമ്മുടെ കാര്യം അറിയാന്നേ. അപ്പൊ അത്തിമരം ചെയ്ത തെറ്റ് ഫലങ്ങളില്ലാത്തതല്ല, മറിച്ച് അതില്ല എന്ന് വിചാരിച്ച് അതുപോലെ നിന്നാ മതി. പക്ഷെ എന്ത് ചെയ്തു? ഇലകൾ കൊണ്ട് മൂടി ഒരു കപടഭാവം. നമ്മളും എന്തൊക്കെയോ പ്രിയമുള്ളവരെ കാട്ടിക്കൂട്ടാറില്ലേ? പഴമില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് മറച്ചു വെക്കാൻ പച്ചിലകൾ ചേർത്ത് വെച്ചു എന്നതാണ് അത്തിമരത്തിന്റെ തെറ്റ്. നമ്മുടെയും തെറ്റിങ്ങനെയാ, ഫലമൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാം, തെറ്റുപറ്റുക സ്നേഹമുള്ളവരെ മാനുഷിക, തെറ്റുപറ്റുക മാനുഷിക, തിരുത്തുക ദൈവിക. ഈ തെറ്റുപറ്റിയിട്ട് ന്യായീകരിക്കലുണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞ പെർഫോമൻസ് മോഡ്. മനസ്സിലായ? തെറ്റുപറ്റിയെന്ന് അറിയാം, പക്ഷെ നമ്മളതിനെ ശരിയായി തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ചക്രശ്വാസം വലിക്കുക. തെറ്റുപറ്റിയെങ്കിൽ സോറി കേട്ടോ, അതിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാ, അംഗീകരിച്ച മതിയില്ലേ? പഴല്ലെങ്കിൽ പഴല്ല എന്ന് പറഞ്ഞാൽ മതി. പഴയില്ലാതിരിക്കാൻ വേണ്ടി, അത് കാണിക്കാതിരിക്കാൻ വേണ്ടി എന്തിനായി പച്ചില കൊണ്ട് മറച്ചു വെച്ചത്? അവിടെയാണ് ഈശോ അതിനെ ശപിച്ചു തള്ളുന്നത്. അവർ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആത്മീയ മന്ദത എന്നിൽ ഉള്ളപ്പോൾ ഞാൻ ഉപേക്ഷിച്ച പ്രലോഭനങ്ങൾ എന്നെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കും. തിരിച്ചറിയണം, നമ്മൾ ഒരുപാട് പാപം ഉപേക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ആത്മീയ മന്ദതയിലേക്ക് ഞാൻ പോയാൽ എന്താ സംഭവിക്കുക? ഞാൻ ഉപേക്ഷിച്ച പാപങ്ങൾ എന്നെ വേട്ടയാടാൻ തുടങ്ങും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്ത് വേണം? അതാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? സൊല്യൂഷനും പറയണ്ടേ? അപ്പൊ ആത്മീയ മന്ദതയ്ക്ക് 3 ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. എന്നിൽ മന്ദതയുണ്ടോ എന്നറിയാൻ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? 1, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ സമയം കളയുക, ഓക്യുപ്പേഷൻ വിത്ത് അൺനെസറി തിങ്സ്. 2, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, ടോട്ടൽ ഡിസ്ട്രക്ഷൻ. 3, ആത്മീയ കാര്യങ്ങളിൽ നിരാശ, സ്പിരിച്വൽ ഡിപ്രഷൻ. മനസ്സിലായോ? മന്ദതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള വഴികളാണ്. ഇനി ഈ മന്ദതയുണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം? ഞാനൊരു 4 സ്റ്റെപ്പ് എന്ന് പറയാം, വെറുതെ ഒന്ന് കുറിച്ച് വെക്കുക. ആ വഴിയിലൂടെ പോയാൽ നമുക്ക് ഈ ആത്മീയ മന്ദത മാറ്റിയെടുക്കാം. പറഞ്ഞ ഹല്ലേലൂയ. 1, ആത്മീയ മന്ദത മറികടക്കാനുള്ള വഴികളിൽ 1, കണ്ണീരോടെ ദൈവത്തിന് മുൻപിലേക്ക് ചെല്ലണം. ടേൺ ടു ഗോഡ് ഇൻ ടിയേഴ്സ്. മുട്ടുകുത്തി കമിഴ്ന്ന് കിടക്കുക. നമുക്കൊന്നും പ്രാർത്ഥിക്കണ്ട. നീ നിന്റെ വീട്ടിൽ രൂപത്തിന് മുൻപിലോ അല്ലെങ്കിൽ പള്ളിയില് വെറുതെ കുറെ നേരം സ്പെൻഡ് ചെയ്തേ. രൂപത്തിന് മുമ്പിൽ, തമ്പുരാനെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയുന്നില്ല, മന്ദത ബാധിച്ച തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് കമിഴ്ന്ന് കിടക്ക്, കണ്ണീരോടുകൂടി ഒന്ന് കിടക്ക്. കണ്ണീരോടുകൂടി തമ്പുരാന്റെ മുമ്പിലേക്ക് നീ വാ. 1ാമത്തെ വഴി എങ്ങനെ? മന്ദത ബാധിച്ചാൽ കണ്ണീരോടെ ദൈവത്തിന്റെ മുന്നിലേക്ക് നീ ഓടി വരണം. പറഞ്ഞ ഹല്ലേലൂയ. 2ാമത്തെ ഒരു വഴി, നമ്മുടെ ആത്മാവിനോട് നാം തന്നെ സംസാരിക്കാൻ തുടങ്ങണം. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മുടെ ആത്മാവിനോട് നാം തന്നെ സംസാരിക്കുക. ഞാൻ പറഞ്ഞതല്ല, ദാവീദിന് ഇത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ 43-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. മന്ദതയിൽ പാപത്തിൽ ആണ്ടുപോയ ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ അവൻ അവന്റെ ആത്മാവിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. വായിച്ചോ. എന്റെ ആത്മാവേ, നീ എന്തിനെ ആകുലപ്പെടുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. ഇത് ദാവീദിന്റെ ആത്മാവ്. എനിക്കിപ്പോ ഇതിന്റെ അർത്ഥം, ഈ വചനത്തിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മന്ദത ബാധിച്ച ദാവീദ് തന്റെ ആത്മാവിനോട് വീണ്ടും അടുത്ത വചനം 42:5 സങ്കീർത്തനം 42:5 മുതൽ വായിച്ചേ. എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, 2ാമത്തെ വഴി നമ്മുടെ ആത്മാവോട് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ആത്മാവേ, ഇങ്ങനെയൊക്കെ പോയാൽ സ്വർഗം കിട്ടുമോ? നമ്മുടെ ആത്മാവിനോടൊന്ന് സംസാരിച്ചേ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബിജു ആലപ്പാടച്ചൻ എന്തുണ്ട്? ശരീരമുണ്ട്, ആത്മാവുണ്ട്, അല്ലെ? നമ്മുടെ അതിർത്തില് ഈ ആത്മാവിനോടൊന്ന് സംസാരിച്ചേ. എന്റെ ആത്മാവ്, നീ എന്തിനാ ആകുലപ്പെടുന്നേ? നീ എന്തിനാ വിഷാദിച്ചൊഴുകുന്നേ? നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കേ. ഇങ്ങനെ ആത്മാവിനോട് സംസാരിക്കലാണ് മന്ദത മാറാനുള്ള 2ാമത്തെ വഴി. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3, കുമ്പസാരിക്കാൻ പോകുക. ഗോ ടു സാക്രമെന്റ് ഓഫ് കൺഫെഷൻ.
മന്ദത ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് താല്പര്യം, ആത്മീയകാര്യം താല്പര്യം, ഉടനെ നീ ഓടിപ്പോകേണ്ടത് കുമ്പസാരിക്കാനാ. അവിടെ അതേറ്റ് പറയുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറയും, കുമ്പസാരത്തിന് ഒരു കൃത്യ ടൈം ടേബിൾ വേണം. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു കൃത്യ ടൈം ടേബിൾ വേണം. ആദ്യമൊക്കെ അത് പരിശീലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ടൈം ടേബിൾ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാതെ ആ ടൈം ടേബിൾ എന്നെ നയിച്ചുകൊണ്ടിരിക്കും. യെസ് ഓർ നോ? യെസ് ഓർ നോ? നമ്മള് എല്ലാ ചൊവ്വാഴ്ചയും ഇവിടേക്ക് വരുന്നു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മള് പിന്നെ അത് ചെയ്ത് 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 ഇപ്പൊ ചൊവ്വാഴ്ച ആകുമ്പോ വീട്ടിലിരിക്കും, ഇറങ്ങിയില്ലേ, അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. പോണം മഴയായാലും പോണം, അല്ലേ? ആ ടൈം ടേബിൾ ചൊവ്വാഴ്ച വേറൊരു കാര്യത്തിൽ നമ്മൾ മാറ്റിവെക്കില്ല. 3 മണിയുടെ സമയം ഗുഡ്ഷെപ്പേഡ് ധ്യാനകേന്ദ്രത്തിലാണ്. നമ്മൾ ആദ്യം ബുദ്ധിമുട്ടിയാണെങ്കിലും പിന്നെ വന്നു തുടങ്ങിയപ്പോ ഏത് കാര്യം നോക്കിക്കോ, അത് ആത്മീയ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ജീവിതത്തിന് ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ കുറെ കഴിയുമ്പോ ആ ടൈം ടേബിൾ എന്നെ നയിച്ചുകൊണ്ടിരിക്കും, എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുക? രോഗങ്ങൾ. പനി വരുന്നതിന്റെ അടയാളം എന്താ? എന്റെ ശരീരത്തിലെ നീരുവീഴ്ച വരുന്നതിന്റെ അടയാളം എന്താ? എന്റെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയാൽ അത് ഷൂട്ടപ്പ് ചെയ്യാനുള്ള ഏക വഴി ദാറ്റ് ഈസ് കൺഫെഷൻ. എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയാൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഏക വഴി അത് കുമ്പസാരമാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ, ഡിവോഷൻ ടു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞില്ലേ, ആരായിരിക്കും? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ശൂന്യത ബാധിച്ച ഒരുപാട് ജീവിത മേഖലകളുണ്ട്. നേരത്തെ പാടില്ലേ, ഓ പാവനാത്മാവേ ശൂന്യത നിറയുമീ ജീവനെ. മനസ്സിലായ വരികൾ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല, കൂടെ പാടുന്നു മാത്രമേ ഉള്ളൂ. ശൂന്യത ബാധിച്ച ജീവിതത്തിന്റെ വഴിത്താരകളിൽ പരിശുദ്ധാത്മാവേ നീ ഇടപെടണം. പാട്ടില് പാടിയിട്ട് അർത്ഥം അറിയാണ്ട് പാടിയിട്ട് കാര്യമില്ലല്ലോ. പരിശുദ്ധാത്മാവിനോട് ഇടയ്ക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഞാൻ ഇന്ന ജോലി ചെയ്യാൻ പോവാണ്, കൃപ വേണം. ഈ ചില മനുഷ്യര്, ഞാൻ എവിടെയും പറയാറുണ്ട്, കറി വെക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. എന്നാൽ ചിലര് വെക്കുകയാണെങ്കിൽ ആ ടേസ്റ്റിന്റെ ഏഴയിലേക്ക് എത്തത്തില്ല. കൂട്ടൊക്കെ സെയിം ആയിരിക്കും, അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്താലും അവർ വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. യെസ് ഓർ നോ? ചില ഡോക്ടർമാരെ പരിശോധിച്ചാൽ കാണുമ്പോഴേക്കും കൃത്യം മരുന്നുമായിരിക്കും, രോഗം മാറും ചെയ്യും. യെസ് ഓർ നോ? പരിശുദ്ധാത്മാവ് തൊടുമ്പോ ഇതാ സംഭവിക്കുക സ്നേഹമുള്ളവരെ. ഹല്ലേലൂയ. ഇനി ചില പാട്ടുകാർ പാടുന്നുണ്ട്, പക്ഷെ എല്ലാവരും ചിലര് പാടുമ്പോ തിരിതെറ്റിയാലും എന്താണ്, ഭയങ്കര ലയിച്ചിരിക്കും. കൃപയാ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. കുറെ പേര് പ്രഘോഷിക്കും, അതിന് കൃപയാ, അതായത് വാക്ചാതുര്യനി പ്രസംഗിക്കാം. പക്ഷെ ചിലര് പ്രസംഗിക്കുമ്പോ അത് വളരെ ടച്ചിങ്. അത് എന്നോടാണോ പറയണത്? ഇതിപ്പോ എന്നോടാണോ സംസാരിക്കുന്നത്? ഈ ഒരു തോന്നല കൃപയാ. പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യവും ചെയ്യാൻ തുടങ്ങും. പരിശുദ്ധാത്മാവേ, എന്റെ ശൂന്യതയെ നീ മാറ്റണേന്ന് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഡിവോഷൻ ടു ദ ഹോളി സ്പിരിറ്റ്. 5, ഞാൻ എപ്പോഴും ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കാറുള്ള മെഡിറ്റേഷൻ ഓൺ ഡെത്ത്. മെഡിറ്റേഷൻ ഓൺ ഡെത്ത്. നമ്മുടെ ശവടപ്പ് ധ്യാനിക്കുക. ഡെത്ത് കണ്ടംപ്ലേഷൻ ഈസ് ദ ബെസ്റ്റ് കണ്ടംപ്ലേഷൻ. കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനത്തിന്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പൊ ഡെത്ത് കണ്ടംപ്ലേഷൻ ഈസ് ദ ബെസ്റ്റ് കണ്ടംപ്ലേഷൻ, അല്ലെ? മരണം ധ്യാനിക്കാൻ തുടങ്ങുമ്പോ നമ്മുടെ മന്ദതയൊക്കെ മാറും. ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന ഉറങ്ങുന്നവരുണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ പെട്ടെന്ന് പാടുകയാണ്. പൊയ്ക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസം ചെയ്യും ബലിയന്നാദാ തിരുസന്നിധിയിൽ. ശരിക്കും എല്ലാവരും കണ്ണുറന്നുട്ടാ. ഞാൻ പരീക്ഷിച്ചു നോക്കിയതാ, കാരണം ഈ പ്രഘോഷിക്കുന്നത് ശരിയാണെന്ന് അറിയണ്ടേ. പ്രിയമുള്ളവരെ, അതായത് മെഡിറ്റേഷൻ ഓൺ ഡെത്ത്, നമ്മുടെ മരണത്തെ നമുക്ക് ധ്യാനിക്കാൻ എല്ലാ ദിവസവും പറ്റട്ടെ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തെ 9-ാം അധ്യായം 10-ാം അധ്യായത്തിലൊക്കെ ഈശോ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് മാർക്കോസിന്റെ 8:30, 9:31, 10:32 പറയുന്നു, ഞാൻ ജെറൂസലേമിലെത്തും, പീഡ സഹിക്കും, മരിക്കും, 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും.
ഇന്ന് നമ്മൾ മറന്നു പോകുന്നത് ഈ മരണമല്ലേ. അതുകൊണ്ട് ഈ കാലഘട്ടത്തില് അച്ഛൻ പ്രഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഞാൻ വന്നു കയറി മരണം സൂപ്പറായിരുന്നു കേട്ടോ. വല്ലവരുടെ മരണം കാണാനും അതിന് പോകാനൊക്കെ സുഖ, പക്ഷെ അവനവന്റെ മരണം കൂടി ഒന്ന് ചിന്തിക്കണം. അന്യപിതാക്കന്മാർ പറയണേ, ആത്മീയ മതത മറികടക്കാനുള്ള 5ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ മരണത്തെ കുറിച്ച് ധ്യാനിക്കുക. നോർക്ക പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ ആത്മീയ മന്ദതയ്ക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോ? ആത്മീയ ബന്ധത ബാധിച്ചിട്ടുണ്ടോ അറിയാനായിട്ട് ലക്ഷണങ്ങള്: ഒന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും, ഓക്യുപ്പേഷൻ വിത്ത് അൺനെസറി തിങ്. 2, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് ആത്മീയ കാര്യമാണെങ്കിലും ഭൗതിക കാര്യമാണെങ്കിലും ഇങ്ങനെ കിടന്ന് ഒന്നും പൂർത്തിയാവില്ല. ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഇരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാകും അപ്പുറത്ത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടോ, ഇനി അത് നോക്കാൻ പോകുമ്പോഴും വാലടച്ചിട്ടുണ്ടോ, ഇങ്ങനെ കിടന്ന് ഓടി നടക്കും. നോക്കാൻ പറഞ്ഞ ഹല്ലേലൂയ. 3, സ്പിരിച്വൽ ആത്മീയ മേഖലയിൽ മാത്രം നിരാശ, ബാക്കി എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് ഈ ആത്മീയ മന്ദത ബാധിച്ചാൽ എന്ത് സംഭവിക്കും? ഫിസിക്കൽ പ്ലഷർ, ശാരീരികമായ സുഖം. അത് ചിലർക്ക് ഭക്ഷണമാകാം, ചിലർക്കുണ്ട് ടെൻഷൻ കൂടിയ വെച്ചടിച്ച് കഴിച്ചോളൂ. എനിക്കറിയാം ഒരു വ്യക്തിനെ, അങ്ങനെ പറയും, എനിക്ക് ടെൻഷനാ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം. എവിടേക്കാ കഴിക്കണമെന്ന് അറിയില്ല. ഇപ്പൊ ഒരു സഹോദരി, ആ സഹോദരിയുടെ അനിയത്തി മരിച്ചു. അപ്പൊ ഞാൻ ആ സഹോദരിനെ വിളിച്ചു, വിഷമത്തിലാണല്ലോ എന്ന്. അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് ഞാൻ ചോദിച്ചപ്പോ, ഹോട്ടലിന് മുമ്പിൽ നിർത്തിയേക്കുക, എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞിട്ട് മോനെ വിട്ടേക്കാണ്. കാരണം ടെൻഷൻ ആകുമ്പോ അല്ലോ, നമുക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ പ്രകൃതാണ്. ചിലർക്ക് ടെൻഷൻ ആകുമ്പോ ഒന്നും വേണ്ട. പ്രിയരെ, ശാരീരിക സുഖം തേടാൻ തുടങ്ങും. ചിലർക്ക് മദ്യാകാം, ചിലർക്ക് എന്താണ് ഈ മന്ദത ബാധിച്ചാൽ പിന്നെ അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ മഴയുണ്ടാ, ഇവിടെ മഴയുണ്ടാ, നീ കറി വെച്ചോ, കോഴിയില് ഉരുളക്കിഴങ്ങാണോ അതോ ചേനയാണോ ഇട്ടത്, ഇങ്ങനെ ആവശ്യമില്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഈ ആത്മീയ മന്ദത ബാധിച്ചാൽ ഈ പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കും. അപ്പൊ പള്ളിയിൽ വന്നാലും എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് വെറൈറ്റി ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല, സ്പിരിച്വലി ഡള്ളാണ്. അതിനെ പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് പരിഹരിക്കാനുള്ള 5 സ്റ്റെപ്പ് അതൊക്കെ: ഒന്ന് കണ്ണീരോടെ ദൈവത്തിന് മുൻപിലേക്ക് ഓടിച്ചെല്ലുക. ഒന്നും പറ്റില്ലെങ്കിൽ കമഴ്ന്ന് കിടക്കുക പള്ളിയുടെ മുമ്പില്, രൂപത്തിന് മുമ്പിൽ. കർത്താവെ, ഒന്നും പറയാനില്ല, ഇതൊക്കെ എടുക്കണു, കർത്താവിനെ ഓർത്തിട്ട് അവിടെ കിടക്കുക. 2, എന്റെ ആത്മാവിനോട്, ആത്മാവേ, നീ എന്തിനാ ആകുലപ്പെടുന്നത്, നീ എന്തിനാ വിഷാദിച്ചു കൊള്ളുന്നത്, നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. എന്നോട് തന്നെ ഒന്ന് സംസാരിച്ച എന്റെ ആത്മാവിനോട്. പറഞ്ഞു ഹല്ലേലൂയ. അത് ദാവീദ് മനോഹരമായിട്ട് കാണിച്ചില്ല. 3, കുമ്പസാര കുദാശയിലേക്ക് ഓടിച്ചെല്ലണം. എന്ന് വെച്ചാല് സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേറൊരു വഴിയില്ല. ആത്മീയ മന്ദത ബാധിക്കുമ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ഇമ്മ്യൂണിറ്റി, സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൂട്ടാൻ ഓടിപ്പോണം കൺഫെഷന്. എന്നിട്ട് പറയാം, എനിക്ക് ആത്മാവിൽ മന്ദതയുണ്ട്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, പിതാവേ പരിഹാരം വേണം, ഏറ്റുപറയണ പാപം. 4, ഡിവോഷൻ ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കും. ഓരോ കാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവെ കൂടെ ഉണ്ടാകണം, പരിശുദ്ധാത്മാവിനെ തൊടണം, പരിശുദ്ധാത്മാവെ എന്റെ ശൂന്യതയെ മാറ്റണം, പരിശുദ്ധാത്മാവെ എന്റെ സ്നേഹരാഹിത്യത്തെ മാറ്റണം, പരിശുദ്ധാത്മാവെ എന്റെ ഭയം മാറ്റണം, പരിശുദ്ധാത്മാവെ, ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒന്നു പറഞ്ഞു ഹല്ലേലൂയ. അവസാനം മെഡിറ്റേഷൻ ഓൺ ഡെത്ത്, എന്റെ ശവടപ്പ് എല്ലാ ദിവസവും ധ്യാനിക്കുക. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം, നമുക്ക് മുട്ടുകുത്താം. ഇന്ന് നമുക്ക് പരിശോധിക്കാം ഈ തമ്പുരാന്റെ സന്നിധിയിലെ ആത്മീയ മന്ദത ബാധിച്ച ആത്മാവാണ് ഞാൻ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കാനും പരിഹരിക്കാനുള്ള വഴികൾ പറഞ്ഞു തന്നു. നമുക്ക് ഈശോയുടെ മുമ്പിലായിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതം തുറന്നു വയ്ക്കാം. താഴെ വരുന്ന ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.